ദൈവനാമത്തിന് മഹത്വമുണ്ടാവട്ടെ. ഇന്ന് നോമ്പിൻ്റെ 3-ാം ദിവസമാണ്. നമുക്ക് ഇന്ന് ധ്യാനിക്കാനുള്ള വിഷയം ക്രിസ്തുവിൽ പുതു സൃഷ്ടി എന്നുള്ളതാണ്. നമുക്ക് കണ്ണുകളടയ്ക്കാം, പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവമേ, ഇന്ന് നോമ്പിൻ്റെ 3-ാം ദിവസം ഞങ്ങൾക്ക് അങ്ങയുടെ സന്നിധിയിൽ വന്ന് ആരാധിക്കുവാൻ സാധിച്ച നല്ല കൃപയെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, വചനത്തിൽ നിന്ന് ലഭിക്കുന്ന ഉൾക്കാഴ്ചകൾക്കായും ഞങ്ങളുടെ ജീവിതത്തിലുള്ള കുറവുകളെ തിരിച്ചറിയുന്നതിനുള്ള ഒരു മനസ്സ് ഞങ്ങൾക്ക് നൽകുന്നതിനും കർത്താവെ ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, വചനം അങ്ങയുടേതാണല്ലോ. കർത്താവെ, അങ്ങ് അത് വിളമ്പി തരണമേ. ഞങ്ങൾക്ക് മനസ്സിലാവുന്ന ഭാഷയിലും അർത്ഥത്തിലും കർത്താവെ അത് ഞങ്ങൾക്ക് ഗ്രഹിക്കാൻ സാധ്യമാകണമേ. അടിയനെ അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അടിയന്റെ വായിലെ വാക്കുകളും ഹൃദയത്തിലെ ധ്യാനവും അങ്ങയ്ക്ക് പ്രസാദകരമായി തീരുമാറാകട്ടെ. ആമേൻ. ഒരു TV ഷോ, ലൈവ് ഷോയാണ്. അപ്പം ആ TV ഷോയില്, ലൈവ് ഷോയില് ബംഗാൾ ടൈഗർ, ഒരു 5-6 ബംഗാൾ ടൈഗർ ഒരു കൂട്ടിനകത്തുണ്ട്. അപ്പം അവരെ സർക്കസ് കാണിക്കാൻ ഒരു സ്കിൽഡ് ആയിട്ടുള്ള ഒരു ട്രെയിനർ ആ കൂട്ടിനകത്ത് കയറി കഥകടച്ചു. അത് ലൈവായിട്ട് ആളുകൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പം സർക്കസ് നടന്നുകൊണ്ടിരിക്കുന്നു. ഇടയ്ക്ക് വെച്ച് 30 സെക്കൻഡ് ലൈറ്റ് പോയി. പെട്ടെന്ന് ഭയാനകമായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആണ്. കാരണം 5-6 പുലികളാണ് അതിനകത്ത് ഇരിക്കുന്നത്. അവരൊക്കെ വളരെ എങ്ങനെ വേണേലും പ്രതികരിക്കാം. പക്ഷെ 30 സെക്കൻഡിന് ശേഷം ഒരു കുഴപ്പവുമില്ലാതെ ആ സ്കിൽഡ് ട്രെയിനർ ആ ഷോ കണ്ടിന്യൂ ചെയ്തു. പിന്നീട് ഒരിക്കൽ അദ്ദേഹത്തോട് ഒരു ഇന്റർവ്യൂവിൽ വെച്ച് അദ്ദേഹത്തോട് ചോദിച്ചു, ആ 30 സെക്കൻഡ് ലൈറ്റ് പോയപ്പോൾ അങ്ങ് എന്താണ് ഫീൽ ചെയ്തതെന്ന്. അദ്ദേഹം പറഞ്ഞു, ആദ്യം എനിക്ക് ഭയങ്കര പേടിയായിപ്പോയി, എന്ത് ചെയ്യും, കാണാൻ പറ്റത്തില്ല എന്ന്. അവർക്ക് എന്നെ കാണാം, അപ്പൊ അവർക്ക് അറിയത്തില്ല എനിക്ക് അവരെ കാണാൻ പറ്റത്തില്ല എന്ന്. അപ്പോൾ ഞാൻ ചെയ്തുകൊണ്ടിരുന്ന അതേ പ്രവൃത്തി, ആ ഒരു വഴി കൊണ്ട് അവരോട് അനുസരിക്കാൻ പറയുന്നത് കണ്ടിന്യൂ ചെയ്തു, പറയുന്ന കാര്യങ്ങൾ തന്നെ കണ്ടിന്യൂ ചെയ്തു. അവർ അതുപോലെ തന്നെ പ്രവർത്തിച്ചുകൊണ്ടിരുന്നു. പലപ്പോഴും ഒരു ഇരുട്ട് വരുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നമുക്ക് പേടി തോന്നും. പക്ഷേ ഉള്ളിൽ ഒരു വെളിച്ചമുണ്ടെങ്കിൽ ആ പേടി, ആ ഭയം അങ്ങ് ഇല്ലാതാവും. ഇന്ന് നമുക്കിവിടെ വേദഭാഗമായിട്ട് എടുത്തിരിക്കുന്നത് എവൻഗേലിയോനായിട്ട് വായിച്ചിരുന്ന വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 1 മുതൽ 11 വരെയുള്ള വേദവാക്യങ്ങളാണ്. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 1 മുതൽ 11 വരെ. നിക്കോദമോസിനെ കുറിച്ചാണ്. നിക്കോദമോസും യേശു കർത്താവും തമ്മിലുള്ള ഒരു സംഭാഷണമാണ് ഇവിടെ നമ്മുടെ ഒരു ആസ്പദമായിട്ടുള്ള ഒരു വിഷയം എന്ന് പറയുന്നത്. ഇവിടെ യേശു കർത്താവിന്റെ അടുത്ത് വരുന്ന നിക്കോദമോസ് ആരാണ്? നിക്കോദമോസ് ഒരു പരീശനാണ്, ഫാരിസി. അദ്ദേഹം ഈ സെനഹദ്രിൻ എന്ന് പറയുന്ന അവിടുത്തെ കോടതികളാണ്. കാരണം ഇന്നത്തെ നമ്മുടെ പേരുള്ള ജൂയിഷ് കമ്മ്യൂണിറ്റിയിലെ ഒരു കോടതിയാണ് സെനഹദ്രിൻ എന്ന് പറയുന്നത്. അവിടുത്തെ ഒരു മെമ്പർ എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഒരു നീതിന്യായ വ്യവസ്ഥ നടത്തിക്കൊണ്ട് പോകുന്ന ഒരു ജഡ്ജിയെ പോലുള്ള സമൂഹത്തില് വിലയും നിലയും ഉള്ള ഒരു വ്യക്തിയാണ്. അപ്പോൾ അദ്ദേഹം എന്ന് പറയുന്നത് നിയമം അറിയാം, നിയമം പാലിക്കുന്ന ആളാണ്, ആ നിയമം നടത്തുന്ന ഒരാളാണ്. അപ്പോൾ അദ്ദേഹം എന്ന് പറയുന്നത് സമൂഹത്തിലെ പുറത്തു നിന്ന് നോക്കുമ്പോൾ അദ്ദേഹത്തിന് എല്ലാം കൊണ്ട് സമ്പൂർണ്ണനാണ്, എല്ലാം കൊണ്ട് തികഞ്ഞവനാണ്. പക്ഷേ അദ്ദേഹത്തിന്റെ ഉള്ളിൽ ഒരു ആശയക്കുഴപ്പങ്ങൾ, വല്ലാണ്ട് ഒരു കൺഫ്യൂഷൻ നടക്കുന്നുണ്ട്. അദ്ദേഹം കർത്താവിനെ കാണാൻ വരുന്ന സമയം എന്ന് പറയുന്നത് രാത്രിയിലായിരുന്നു. ഈ വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷത്തിൽ രാത്രി എന്ന് പറയുന്നതിന് അതിന്റെ സ്പെസിഫിക് ആയിട്ടുള്ള കുറച്ച് മീനിങ് ഉണ്ട്. അവൻ രാത്രിയിൽ, 2-ാം വാക്യത്തിൽ, അവൻ രാത്രിയിൽ അവന്റെ അടുക്കൽ വന്ന അവനോട്. ഈ രാത്രി എന്ന് പറയുന്നത് വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം പരിശോധിക്കുകയാണെങ്കിൽ വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 9-ാം അധ്യായം 4-ാം വാക്യം, ആർക്കും പ്രവർത്തിച്ചു കൂടാത്ത രാത്രി എന്നാണ് അതിനെ വിശേഷിപ്പിക്കുന്നത്. പിന്നീട് വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷത്തിൽ തന്നെ 11-ാം അധ്യായം 10-ാം വാക്യം, രാത്രിയിൽ നടക്കുന്നവനോ ഇടറുന്നു. പിന്നീട് വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 13-ാം അധ്യായം 30-ാം വാക്യത്തിൽ യൂദ യേശു കർത്താവിനെ ചതിക്കുന്ന, ഒറ്റിക്കൊടുക്കുന്ന സമയം പറയുന്നത് അപ്പോൾ രാത്രിയായിരുന്നു. പിന്നീട് വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 21-ാം അധ്യായം 3-ാം വാക്യം, യേശു കർത്താവിന്റെ ക്രൂശ് മരണത്തിനു ശേഷം
ശിഷ്യന്മാർ മീൻ പിടിക്കാൻ വേണ്ടി പോയപ്പോൾ അവർക്ക് രാത്രി ആ ദിവസം ഒന്നും കിട്ടിയില്ല. ഇവിടെ എല്ലാം രാത്രി എന്നതിനെ ഒരു നെഗറ്റീവ്, ലൈക്ക് ആളുകൾക്ക് പലപ്പോഴും സാധ്യമാകാത്ത ഒരു ഇരുളിന്റെ അവസ്ഥ, ഒരു ഇരുട്ടിന്റെ അവസ്ഥയായിട്ടാണ് പലപ്പോഴും വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം രാത്രിയെ കാണുന്നത്. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം തുടങ്ങുന്നത് തന്നെ, വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ, ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു, വെളിച്ചം ഇരുളിൽ പ്രകാശിക്കുന്നു, ഇരുളോ അതിനെ പിടിച്ചടക്കിയില്ല. അപ്പോൾ ഇരുട്ടിൽ നിന്ന് പ്രകാശത്തിലേക്ക് പോകുന്ന ഒരു കോണ്ടെക്സ്റ്റ് ആണ് വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം പലപ്പോഴായിട്ട് എംഫസൈസ് കൊടുക്കുന്നത്. ഇനി രാത്രിയിൽ വന്നു നിക്കോദമോസ് യേശു കർത്താവിന്റെ അടുത്ത് വരുമ്പോൾ ഒരു എക്സ്പെക്റ്റഡ് റിപ്ലൈ ഉണ്ട്. കാരണം നിയമം എല്ലാം അറിയാം, ഇനിയിപ്പോ അങ്ങനെ യൂദാ സമൂഹത്തിൽ പഠിക്കാൻ മാത്രമായിട്ടൊന്നുമില്ല. അപ്പോൾ യേശു കർത്താവിനോട് ചോദിച്ചാൽ, ആശയക്കുഴപ്പത്തിൽ യേശു കർത്താവിനോട് ചോദിച്ചാൽ യേശു കർത്താവ് പറയും, കുറച്ചുകൂടെ നന്നായിട്ട് പ്രാർത്ഥിക്കൂ, കുറച്ചുകൂടെ നന്നായിട്ട് നിയമങ്ങൾ മനസ്സിലാക്കൂ, അതിന്റെ ഇന്റർപ്രിട്ടേഷൻ കുറച്ചുകൂടെ ഡിഫറെന്റ് രീതിയിൽ മനസ്സിലാക്കൂ, അങ്ങനെയൊക്കെ കൂടുതൽ പഠിക്കാം എന്നാണ് അദ്ദേഹം വിചാരിച്ചത് കർത്താവിന്റെ അടുത്ത് ചെല്ലുന്നത്. അപ്പോൾ കർത്താവിന്റെ അടുത്ത് ചെല്ലുമ്പോൾ കർത്താവിന്റെ മറുപടി പുതുതായി ജനിക്കുക എന്നുള്ളതാണ്. എങ്കിൽ മാത്രമേ ദൈവരാജ്യത്തിൽ പ്രവേശിക്കുവാൻ സാധിക്കുകയുള്ളൂ എന്ന്. ഈ പുതുതായി ജനിക്കുക എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് കേൾക്കുമ്പോൾ അതൊരു പ്രത്യേകം ഒരു വേർഡ് ആണല്ലോ, പെട്ടെന്ന് അങ്ങനെ ഒരു കോൺവെർസേഷൻ സ്റ്റാർട്ട് ചെയ്യാമോ എന്നൊക്കെ ചിലപ്പോൾ നമുക്ക് തോന്നും. പക്ഷേ നിക്കോദമോസിനെ സംബന്ധിച്ചിടത്തോളം പുതുജനനം എന്ന് പറയുന്നത് ഒരു കേൾക്കാത്ത ഒരു വാക്കല്ല. യൂദാ സമൂഹത്തിൽ ഈ വിജാതീയര് യൂദാ സമൂഹത്തിലേക്ക് ചേരുമ്പോൾ, അല്ലെങ്കിൽ ഒരു റബ്ബി കമ്മ്യൂണിറ്റിയിലേക്ക് ഒരാൾ സ്ഥാനാരോഹണം നടത്തുമ്പോൾ ബോൺ അഗെയിൻ എന്നുള്ള ഒരു വിശേഷണം യഹൂദ സമൂഹത്തിൽ ഉണ്ടായിരുന്നു. പക്ഷേ യഹൂദ സമൂഹത്തിലെ ആ ബോൺ അഗെയിൻ ഒരു ഔട്ട്വേർഡ്, ബാഹികമായിട്ടുള്ള ഒരു മാറ്റത്തിനായിരുന്നു. അത് അകത്തിന്ന് അല്ല, ഒരു ഹൃദയത്തിന്റെ അകത്തിന്ന് വരുന്ന ഒരു മാറ്റമായിരുന്നില്ല. അതുകൊണ്ടാണ് നിക്കോദമോസ് ചോദിക്കുന്നത്. നിക്കോദമോസിന്റെ ആ ചോദ്യം കേൾക്കുമ്പോൾ, തിരിച്ചുള്ളൊരു ചോദ്യം കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കും, എന്താണ് കർത്താവിനോട് അങ്ങനെ ഒരു മറുപടി പറഞ്ഞത് നിക്കോദമോസ് എന്ന്. പക്ഷെ നിക്കോദമോസ് ചോദിക്കുന്നത് അദ്ദേഹത്തിന്റെ അജ്ഞത കൊണ്ടല്ല. അദ്ദേഹം ചോദിക്കുന്നത് യഹൂദ സമൂഹത്തിനെ സംബന്ധിച്ചിടത്തോളം ഭാഗികമായിട്ടുള്ള ഒരു ജനനം നടക്കുന്നുണ്ട്, സ്ഥാനാരോഹണം നടത്തുമ്പോൾ. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ജനിച്ചത് ഒരു ജൂ ആയിട്ടാണ്, ഞാൻ ജീവിക്കുന്നത് ഒരു ജൂ ആയിട്ടാണ്, ഞാൻ ഒരു റബ്ബി കമ്മ്യൂണിറ്റിയിലാണ് സ്ഥാനാരോഹണപ്പെട്ട് ഞാൻ സന്നദ്ധനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നിയമ സന്നദ്ധിയിൽ ഞാനൊരു പ്രത്യേകമായിട്ടുള്ള ഒരു പോസ്റ്റ് വഹിക്കുന്ന ഒരാളാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ എന്തിനു പുതുതായിട്ട് ജനിക്കണം? അപ്പോഴാണ് അദ്ദേഹം ചോദിക്കുന്നത്, നിക്കോദമോസ് അവനോട്, മനുഷ്യൻ വൃദ്ധനായ ശേഷം ജനിക്കുന്നത് എങ്ങനെ? രണ്ടാമതും അമ്മയുടെ ഉദരത്തിൽ കടന്ന് ജനിക്കാമോ എന്ന് ചോദിച്ചു. അപ്പോൾ ഈ ഒരു ചോദ്യം എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ ഒരു ജീവിത സാഹചര്യം വെച്ചാണ് ചോദിക്കുന്നത്. ഇവിടെ നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാം നിക്കോദമോസ് എല്ലാം അറിയാം എന്നുള്ളൊരു തോന്നലുണ്ട്. അപ്പോൾ വാച്ച്മാൻ നീ എന്നൊരു ക്രിസ്ത്യൻ സ്പീക്കർ പറയുന്നത്, സുപ്പീരിയോറിറ്റി കോംപ്ലക്സ് അല്ലെങ്കിൽ ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ഉള്ളവർക്ക് ദൈവരാജ്യത്തിൽ കടക്കുവാൻ സാധിക്കത്തില്ല. സുപ്പീരിയോറിറ്റി കോംപ്ലക്സ് എനിക്കെല്ലാം അറിയാം, ഇനി ഹ്യൂമൻ എഫേർട്ട് വെച്ച് ഞാൻ എൻ്റെ ജീവിതം കൈപ്പിടിച്ചു, ഞാൻ സക്സസ് ആയത് മൊത്തം എൻ്റെ മാത്രം എഫേർട്ട് കൊണ്ടാണ് എന്ന് ചിന്തിക്കുന്ന, ഞാൻ എന്നതിന് കൂടുതൽ പ്രസക്തി കൊടുക്കുന്ന ഒരു വ്യക്തി. ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് എന്ന് പറഞ്ഞാൽ മറ്റുള്ളവർ എന്നെ കുറിച്ച് എന്ത് പറയും, ഞാൻ എങ്ങനെ അവരെ അഭിമുഖീകരിക്കും, അവരിത് ചെയ്ത് കഴിഞ്ഞാൽ ഇഷ്ടപ്പെടുമോ, ഒന്നും തുറന്നു പറയുവാനുള്ള ഒരു സ്വാതന്ത്ര്യം ഇല്ലാതിരിക്കുന്ന ഒരു സെൽഫ്. ഈ രണ്ടു കൂട്ടർക്കും ദൈവരാജ്യത്തിൽ കയറുവാൻ സാധിക്കുകയില്ല എന്നാണ് വാച്ച്മാൻ നീ എന്ന് പറയുന്ന ആള് പറയുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും, നിക്കോദമോസിനെ സംബന്ധിച്ചിടത്തോളം ഇതിന്റെ രണ്ടിന്റെ ഒരു റിഫ്ലക്ഷൻ നമുക്ക് കാണാം. കാരണം അദ്ദേഹം രാത്രിയിലാവുന്നത്, മറ്റുള്ളവർ എന്റെ സ്ഥാനമാനങ്ങളെ കണ്ട് യേശു കർത്താവിന്റെ അടുത്ത് വന്ന് ഞാനൊരു ഒരു ആശയക്കുഴപ്പം ഉണ്ടെന്നോ കൺഫ്യൂഷൻ ഉണ്ടെന്നോ പറഞ്ഞാൽ നാളെ ആളുകൾ എങ്ങനെ എന്നെ ബഹുമാനിക്കും എന്നുള്ളൊരു ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. പിന്നെ സുപ്പീരിയോറിറ്റി കോംപ്ലക്സും ഉണ്ട്. കാരണം യഹൂദ സമൂഹത്തിൽ എനിക്ക് എല്ലാത്തിനെ കുറിച്ചും ഏകദേശം നല്ല ധാരണയുണ്ട്, ഞാനത് പാലിക്കുന്ന ആളാണ്. അപ്പോൾ അദ്ദേഹത്തിന് കൊടുക്കുന്ന ഒരു മറുപടി എന്ന് പറയുന്നത് പുതുതായി ജനിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നത്, കർത്താവ് പറയുന്നത് ഒരു ഇരുട്ടിന്റെ മറവിൽ വരുമ്പോഴാണ് നമുക്ക് പലപ്പോഴും രാവിലെ അദ്ദേഹത്തിന്റെ ഐഡന്റിറ്റി അറിയാമായിരുന്നു. ഞാൻ രാവിലെ എഴുന്നേൽക്കുമ്പോൾ എനിക്ക് എന്റെ ജോലി എന്താണെന്ന് കൃത്യമായിട്ടും വ്യക്തമായിട്ടും നിക്കോദമോസിന് അറിയാം. പക്ഷെ രാത്രി നമ്മുടെ പേഴ്സണൽ ആയിട്ടുള്ള മൊമെന്റുകളിലാണ് നമ്മൾ കർത്താവിനെ കൂടുതൽ അറിയുന്നതും മനസ്സിലാക്കുന്നതും, നമ്മുടെ തെറ്റുകളും കുറ്റങ്ങളും നമുക്ക് തിരിച്ചറിയുന്നതും നമ്മൾ ഏകദേശം ഒരു രാത്രി അല്ലെങ്കിൽ ഒരു പേഴ്സണൽ സ്പേസിലാണ് നമ്മൾ മനസ്സിലാക്കുന്നത്.
മനസ്സിലാക്കുന്നത്. അതുകൊണ്ടാണ് ഇവിടെ നിക്കോദിമോസ് രാത്രി വന്ന് കർത്താവിനോട് അവന്റെ ആശയക്കുഴപ്പം അല്ലെങ്കിൽ അവന്റെ കൺഫ്യൂഷൻ തീർക്കാൻ വേണ്ടി ഇവിടെ വരുന്നത്. പിന്നീട് അദ്ദേഹം ചോദിക്കുകയാണ്, ഏജ് ഒരു ക്രൈറ്റീരിയ ആണോ എനിക്ക് ജീവിതത്തിൽ മുന്നോട്ട് പോകുവാൻ? കാരണം എനിക്ക് പുതുതായിട്ട് ജനിക്കുമോ, ഇനി ഞാൻ എങ്ങനെ ഒരു വൃദ്ധനായിട്ട് പുതുതായിട്ട് ജനിക്കുമെന്ന് അദ്ദേഹം ചോദിക്കുകയാണ്. അപ്പോൾ പുതുതായിട്ട് ഞാൻ ജനിക്കണമെങ്കിൽ എനിക്ക് ഏജ് ഒരു ഫാക്ടറാണ്, അല്ലെങ്കിൽ കുഞ്ഞിന് മാത്രമേ ജനിക്കാൻ സാധിക്കത്തുള്ളൂ. വലുതായി കഴിഞ്ഞിട്ട് എങ്ങനെ ജനിക്കാം? പക്ഷെ ദൈവരാജ്യത്തില് ഈ ജനനം എന്ന് പറയുന്നത് ഏത് നിമിഷവും അതൊരു ഏജിന്റെ ക്രൈറ്റീരിയ വെച്ചുകൊണ്ടല്ല എന്ന് പഠിപ്പിക്കുകയാണ് കർത്താവ്. ഈ ഒരു ഭാഗത്ത് നമുക്ക് മനസ്സിലാക്കാവുന്ന ഒരു പോയിന്റ് എന്ന് പറയുന്നത് സെൽഫ് റിയലൈസേഷൻ ആണ്. റിയലൈസേഷൻ എന്താണ് കർത്താവ് നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത്? ഹ്യൂമൻ എഫേർട്ട് അല്ല, കർത്താവിന്റെ കൃപയാണ് എന്നുള്ളൊരു റിയലൈസേഷൻ ആണ് നമുക്ക് ആദ്യമായിട്ട് ഈ പോയിന്റിൽ കൂടെ മനസ്സിലാവുന്നത്. രണ്ടാമത് കർത്താവ് പറയുന്നത് റിപ്പന്റൻസിനെ കുറിച്ചാണ്. ഈ റിപ്പന്റൻസ് എന്ന് പറയുമ്പോൾ കർത്താവ് പിന്നീട് വരികയാണ്, വെള്ളത്താലും ആത്മാവിനാലും ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യത്തിൽ കടപ്പാൻ ആർക്കും കഴിയുകയില്ല. വെള്ളം യഹൂദ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ഈ വെള്ളം എന്ന് പറയുന്നത് ഒരു ശുദ്ധീകരണത്തിന് വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന ഒരു കാര്യമാണ്. ശുദ്ധീകരിക്കുക. നമ്മൾ പാപം നിറഞ്ഞവരായിട്ടാണ് ജനിച്ചത്. അപ്പൊ നമ്മളിൽ പാപമുണ്ട്. പാപം എന്ന് പറയുമ്പോൾ സ്വാർത്ഥത, ദുർമോഹം, ദുശ്ചിന്ത, ദുരാഗ്രഹം, പൈസ ഉണ്ടാക്കാനുള്ള വ്യഗ്രത, അങ്ങനെയുള്ള പല പല പാപമോഹങ്ങൾ നമുക്ക് പലപ്പോഴായിട്ട് വരും. ഈ മോഹങ്ങളെയാണ് കർത്താവ് പറയുന്നത് ശുദ്ധീകരിക്കുക എന്ന്. അത് വെള്ളവും ആത്മാവും രണ്ടും ഒരുമിച്ച് വേണം. കാരണം വെള്ളം കൊണ്ട് ശുദ്ധീകരിച്ചു, പക്ഷെ മുന്നോട്ട് പോകണ്ടേ? നമ്മുടെ ഒരു ഫ്യൂച്ചർ ഉണ്ട്, നമ്മുടെ ഒരു ഭാവിയുണ്ട്. ആ ഭാവി എങ്ങനെയാണ് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്? അതില് ആത്മാവിന്റെ ഫലം, ആത്മാവ് നമ്മളിലുണ്ട്. ആ പുതുക്കം ആത്മാവ് നൽകിയെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ടും ആ ശുദ്ധീകരണത്തിലൂടെ ആത്മാവിന്റെ ബലത്തിൽ നമുക്ക് മുന്നോട്ട് പോകുവാൻ സാധിക്കത്തുള്ളൂ. അതുകൊണ്ട് ഈ വെള്ളത്താലും ആത്മാവിനാലും ഉള്ള ശുദ്ധീകരണം വളരെ അത്യാവശ്യമാണ്. ഇനി ഇത് കേൾക്കുമ്പോൾ നിക്കോദിമോസിനോട് എന്തിന് കർത്താവ് അത് പറഞ്ഞു എന്നുള്ളതാണ്. കാരണം പഴയ നിയമത്തില് വളരെ വിശ്വാസമുള്ളതും വളരെ വ്യക്തമായിട്ട് അറിയാവുന്ന ഒരാളാണ് നിക്കോദിമോസ്. വിശുദ്ധ എഹെസ്കേലിന്റെ പുസ്തകം 36-ാം അധ്യായം 25 മുതൽ 26 വരെയുള്ള വാക്യങ്ങൾ. കാരണം പഴയ നിയമം പറഞ്ഞതിനെ ഞാൻ കളയുകയല്ല, പക്ഷേ അതിനൊരു പുതുക്കം അല്ലെങ്കിൽ ഒരു പുതിയ ഒരു കൃപ നൽകുകയാണ് ഇവിടെ യേശു കർത്താവ് ചെയ്യുന്നത്. ഞാൻ നിങ്ങളുടെ മേൽ നിർമ്മല ജലം തളിക്കും, നിങ്ങൾ നിർമ്മലരായി തീരും. ഞാൻ നിങ്ങളുടെ സകല മലിനതയെയും സകല വിഗ്രഹങ്ങളെയും നീക്കി നിങ്ങളെ നിർമ്മലീകരിക്കും. ഇത് വെള്ളത്തിന്റെ കോൺട്രിബ്യൂഷൻ ആണ്. ഞാൻ നിങ്ങൾക്ക് പുതിയൊരു ഹൃദയം തരും, പുതിയൊരു ആത്മാവിനെ ഞാൻ നിങ്ങളുടെ ഉള്ളിൽ ആക്കും. ഇത് യെഹെസ്കേലിന്റെ പുസ്തകത്തിൽ പറഞ്ഞു പോയിട്ടുള്ള കാര്യങ്ങളാണ്. അതിനെ ഒരു പുതുക്കത്തോടെയാണ് കർത്താവ് ഇവിടെ പറയുന്നത്. വെള്ളത്താലും ആത്മാവിനാലും ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യം ലഭിക്കാൻ വേണ്ടിയാണ് ഈ പറയുന്ന എല്ലാ കാര്യവും. ഇനി രണ്ടാമതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് കർത്താവ് ജഡത്താൽ ജനിച്ചത് ജഡമാകുന്നു, ആത്മാവിനാൽ ജനിച്ചത് ആത്മാവാകുന്നു. മത്തൻ കുത്തിയാൽ കുമ്പളം മുളയ്ക്കത്തില്ല എന്ന് കേട്ടിട്ടില്ല? അത് തന്നെ. ജഡത്തിൽ നിന്നാണ് നമ്മുടെ പിറവിയെങ്കിൽ ജഡമോഹങ്ങൾ ഉറപ്പായിട്ടും വികാരങ്ങൾ ഉറപ്പായിട്ടും നമ്മുടെ ശരീരത്തിൽ കൂടെ ഉണ്ട്. അപ്പോൾ പാപബോധം നമ്മളിൽ വന്നിരിക്കും. ആത്മാവിനാൽ ജനിച്ചത് ആത്മാവാകുന്നു. കർത്താവിന്റെ കൃപയാൽ ദാനത്താൽ കിട്ടുന്ന ആത്മാവ്, പരിശുദ്ധാത്മാവിന്റെ നിറവിൽ നമുക്ക് ലഭിക്കുന്ന ആത്മാവ് അത് സ്ഥിരമാണ്. അതാണ് നമ്മൾ നടത്തിക്കൊണ്ട് പോവേണ്ടത് കർത്താവിന്റെ ദൈവരാജ്യത്തിലേക്ക് കടക്കണമെങ്കിൽ. അതിനെ കുറച്ചുകൂടെ വിശദീകരിക്കുകയാണ് കാറ്റിനെ വെച്ചുകൊണ്ട് കർത്താവ്. കാറ്റിനെ കുറിച്ച് പറയുന്നത്, കാറ്റ് ഇഷ്ടമുള്ളിടത്ത് ഊതുന്നു, അതിന്റെ ശബ്ദം നീ കേൾക്കുന്നു, എങ്കിലും അത് എവിടെ നിന്ന് വരുന്നു എന്നും എവിടേക്ക് പോകുന്നു എന്നും അറിയുന്നില്ല. ആത്മാവിനാൽ ജനിച്ചവൻ എല്ലാം അതുപോലെയാകുന്നു എന്ന് ഉത്തരം പറഞ്ഞു. കാറ്റ് നമുക്കും അതെ അറിയാം. കാറ്റ് വീശും. കാറ്റ് നമുക്ക് കാണാനൊന്നും സാധിക്കത്തില്ല, പക്ഷെ കാറ്റ് എടുത്തൂടെ പോയാൽ നമുക്കത് മനസ്സിലാക്കുവാൻ സാധിക്കും. കാരണം ഇലകൾ ഇളകുന്ന കാണാൻ പറ്റും, മരങ്ങള് ചായുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും, തിരമാലകൾ കാണുവാൻ സാധിക്കും, പൊടി പറക്കുന്നത് കാണുവാൻ സാധിക്കും. അപ്പൊ അതിന്റെ ഒരു റിഫ്ലക്ഷൻ നമുക്ക് കാണുവാൻ സാധിക്കും. പക്ഷെ കാറ്റിനെ നമുക്ക് ദിശ നിയന്ത്രിക്കാൻ നമ്മളെ കൊണ്ട് പറ്റുന്നില്ല. അത് എവിടെ നിന്ന് വരുന്നു,
ദൈവാത്മാവ് വരുന്നൊരു വ്യക്തിക്ക് അതുപോലെയാണെന്നാണ് പറയുന്നത്. കാരണം അവന് കാറ്റിനെ പോലെ നിയന്ത്രിതമല്ല, കർത്താവാണ് അവനെ നിയന്ത്രിക്കുന്നത്. അവൻ അറിയിക്കേണ്ട ഞാൻ എന്താണെന്ന് ചിന്തിച്ചാണ് നിക്കോദിമോസ് അവിടെ വരുന്നത്. ഞാൻ ആരാണെന്നുള്ള വ്യക്തമായ ബോധ്യം. പക്ഷെ നീ എന്ത് ചെയ്യണമെന്നാണ് കർത്താവ് പറയുന്നത്. അപ്പോൾ എങ്ങനെ നീ മുമ്പോട്ട് പോയാൽ കർത്താവിന്റെ ഡയറക്ഷനിലോട്ട് നീ പോകും. നമ്മുടെ കംഫർട്ട് സോണിൽ നിന്ന് കർത്താവ് നമ്മളെ അങ്ങോട്ട് എടുത്തു ഉപയോഗിക്കുകയാണ്. ഞാൻ മുൻഗണന കൊടുത്തിരിക്കുന്ന പല കാര്യങ്ങളിലും പല രീതിയിൽ കർത്താവ് മുൻഗണനകൾ മാറ്റുകയാണ്. എന്റെ പ്രയോറിറ്റീസ് മാറുന്നു. ഞാൻ വിചാരിച്ച ജീവിതത്തിന്റെ സക്സസ് അല്ല കർത്താവ് എന്നിൽ കാണിച്ചു തരുന്നത്. അപ്പോൾ അതിനെ നമുക്കായിട്ട് നിയന്ത്രിക്കാൻ സാധിക്കത്തില്ല. അതിന് കർത്താവിന്റെ അനുഗ്രഹം വേണം, ആ ആത്മാവ് വരണമെങ്കിൽ. അപ്പോൾ ഇവിടെ നിക്കോദിമോസിനോടും അതാണ് കർത്താവ് നമ്മളോട് പറയുന്നത്. ഇവിടെ പലപ്പോഴും നമ്മൾ എന്താ ചെയ്യുന്നത്? നമ്മൾ ജസ്റ്റിഫൈ ചെയ്യും. ഇത് എന്റെ കുഴപ്പം കൊണ്ടല്ല, അവൻ അങ്ങനെ ചെയ്തത് കൊണ്ടാണ്, അല്ലെ സാഹചര്യങ്ങൾ എന്നെ ഇങ്ങനെ മുന്നോട്ട് നടത്തിയത് കൊണ്ടാണ്, അല്ലാതെ ഞാൻ മാക്സിമം കർത്താവുമായിട്ട് ബന്ധത്തിൽ നിൽക്കുവാൻ താല്പര്യപ്പെട്ടയാളാണ് എന്നൊക്കെയുള്ള ജസ്റ്റിഫിക്കേഷൻ അല്ല കർത്താവിന് വേണ്ടത്. പൂർണ്ണമായിട്ടുള്ള സമർപ്പണമാണ് കർത്താവ് ചോദിക്കുന്നത്. Ask and you will receive, seek and you will find, knock and the door will be open to you എന്നാണ് പറയുന്നത്. നീ ചോദിച്ചാൽ നിനക്ക് ലഭിക്കും. അപ്പൊ കർത്താവ് പറയാണ്, ഞാൻ നിനക്ക് നൽകാൻ റെഡിയാണ്, പക്ഷെ നീ ചോദിക്കേണ്ട ഒരു രീതിയുണ്ട്. ഹൃദയം നുറുങ്ങി തകർന്ന് ചോദിക്കുമ്പോൾ കർത്താവ് ഇല്ല എന്ന് പറയത്തില്ല, കൂടെ നിൽക്കും. അതാണ് ഒരു റിപ്പറ്റൻസ് ആണ് കർത്താവ് നമ്മളിൽ നിന്നും ആഗ്രഹിക്കുന്നത്. ഇനി പുതുജനനം, റീബർത്ത്. നിക്കോദിമോസ് എന്ന് പറയുന്ന വ്യക്തി ഇവിടെ കൊണ്ട് അവസാനിക്കുന്നില്ല. നിക്കോദിമോസ് എന്ന വ്യക്തിയെ നമുക്ക് വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷത്തിൽ 7-ാം അധ്യായം 50-ാം വാക്യത്തിൽ പിന്നീട് കാണാൻ സാധിക്കുകയാണ്. അവരിൽ ഒരുത്തനായി മുമ്പേ അവന്റെ അടുക്കൽ വന്നിരുന്ന നിക്കോദിമോസ് അവരോട്, ഒരു മനുഷ്യന്റെ വാമൊഴി ആദ്യം കേട്ട് അവൻ ചെയ്യുന്നത് ഇന്നത് എന്ന് അറിഞ്ഞിട്ടല്ലാതെ നമ്മുടെ ന്യായപ്രമാണം അവനെ വിധിക്കുന്നുവോ എന്ന് പറഞ്ഞു. ഇവിടെ നിക്കോദിമോസ് കർത്താവിനെ ഡിഫെൻഡ് ചെയ്യുകയാണ്. ഒരു കുറച്ച് മാറ്റം അവന് പെട്ടെന്നൊന്നുമല്ല. കർത്താവിന്റെ ഒരു പുതുജനനം സംഭവിക്കുമ്പോൾ പെട്ടെന്ന് നാളത്തെ ഒരു ദിവസം ഞാൻ അങ്ങ് മാറുകയല്ല ഇവിടെ നിക്കോദിമോസ് ചെയ്ത്. ഒരു ഭാഗികമായിട്ട് അദ്ദേഹം മാറുന്നു. കുറച്ചൊക്കെ ഒന്ന് പബ്ലിക്കലി കർത്താവിനെ ഡിഫെൻഡ് ചെയ്യുവാൻ നോക്കുകയാണ്. നമ്മൾ ഒരാളെ വിധിക്കുന്നതിന് മുൻപ് അദ്ദേഹത്തിന് ഒന്ന് കേൾക്കുന്നതല്ലേ നല്ലത് എന്നൊരു ചോദ്യം ചോദിക്കുകയാണ്. വളരെ സൗമ്യമായിട്ടൊന്ന് ഡിഫെൻഡ് ചെയ്തു. പിന്നീട് മുന്നോട്ട് പോകുമ്പോൾ 19-ാം അധ്യായം 38 മുതൽ 42 വരെയുള്ള വാക്യങ്ങളിൽ യേശു കർത്താവ് ക്രൂശിൽ മരിച്ചു. അനന്തരം യഹൂദന്മാരെ പേടിച്ചിട്ട് രഹസ്യത്തിൽ യേശുവിന്റെ ഒരു ശിഷ്യനായിരുന്ന അരിമത്ഥയിലെ യോസേഫ് യേശുവിന്റെ ശരീരം എടുത്തുകൊണ്ട് പോകാൻ പീലാത്തോസിനോട് അനുവാദം ചോദിച്ചു. പീലാത്തോസ് അനുവദിക്കിയാൽ അവൻ വന്ന് അവന്റെ ശരീരം എടുത്തു. ആദ്യം രാത്രിയിൽ അവന്റെ അടുക്കൽ വന്ന നിക്കോദിമോസും ഏകദേശം 100 റാത്തൽ മൂറും അകിലും കൊണ്ടുള്ള ഒരു കൂട്ട് കൊണ്ടുവന്നു. അവർ യേശുവിന്റെ ശരീരം എടുത്ത് യഹൂദന്മാർ ശവം അടക്കുന്ന മര്യാദ പ്രകാരം അതിനെ സുഗന്ധവർഗത്തോടു കൂടെ ശീല പൊഴിഞ്ഞു കെട്ടി. അവനെ ക്രൂശിച്ച സ്ഥലത്ത് തന്നെ ഒരു തോട്ടവും ആ തോട്ടത്തിൽ മുമ്പേ ആരും വെച്ചിട്ടില്ലാത്ത പുതിയൊരു കല്ലറയും ഉണ്ടായിരുന്നു. ആ കല്ലറ സമീപം ആകൊണ്ട് അവർ യഹൂദന്മാരുടെ ഒരുക്കനാൾ നിമിത്തം യേശുവിനെ അവിടെ വെച്ചു. അപ്പോൾ ഇരുട്ടത്ത് വന്നവൻ ഇന്ന് വെളിച്ചത്തിൽ ക്രിസ്തുവിനോടൊപ്പം നിൽക്കുവാൻ കർത്താവ് അവനെ പ്രാപ്തനാക്കുകയാണ്. അപ്പോൾ പുതുജനനം അനുഭവിക്കുക എന്ന് പറയുന്ന നിക്കോദിമോസിന്റെ ജീവിതത്തിൽ സാഫല്യമായി. ഇവിടെ ഈ പുതുജനനം സംഭവിക്കുമ്പോൾ ആ മനുഷ്യനുണ്ടാവുന്ന മാറ്റങ്ങൾ എന്തൊക്കെയായിരിക്കും? അവൻ പരിശുദ്ധാത്മാവിന്റെ പ്രേരണയാൽ പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങൾ പുറപ്പെടുവിക്കുന്നവരായിരിക്കും. സ്നേഹം, സന്തോഷം, സമാധാനം, ദയ, ദീർഘക്ഷമ, വിശ്വസ്തത, പരോപകാരം, ഇന്ദ്രിയ ജയം ഇവയെല്ലാം അവരൊരു കടമ പോലെയൊന്നുമല്ല മുന്നോട്ട് കൊണ്ടുപോകുന്നത്. പക്ഷെ അത് സ്നേഹം കൊണ്ടായിരിക്കും മുന്നോട്ട് കൊണ്ടുപോകുന്നത്. രണ്ടാമതായിട്ട് യേശു കർത്താവിനെ പ്രാപിക്കുന്ന ഏതൊരു വ്യക്തിയും യേശു കർത്താവിനോട് അടുക്കുവാനുള്ള ആഗ്രഹം അവന് കൂടും. കാരണം പിന്നെ പള്ളിയിൽ വരുന്നത്, ബൈബിൾ വായിക്കുന്നത്, പ്രാർത്ഥിക്കുന്നത് ഇതൊന്നും ഒരു അനുഗ്രഹത്തിന് വേണ്ടിയായിരിക്കുകയല്ല, കർത്താവുമായിട്ട് അടുക്കുവാനുള്ള ഒരു ത്വര അവനിൽ ഉണ്ടായിരിക്കും. പിന്നീട് ഒരു നിരാശ അല്ലെങ്കിൽ ഒരു കുറ്റബോധം അല്ലെങ്കിൽ ഒരു പ്രയാസത്തിൽ കൂടെ കടന്നു പോകുമ്പോൾ കർത്താവ് സമീപസ്ഥനാണ് എന്ന് പൂർണ്ണമായിട്ടും വിശ്വസിച്ച് മുന്നോട്ട് പോകുവാൻ അവന് സാധിക്കും. ഈ തിരുചലനം അല്ലെ പുതുചലനം എന്ന് പറയുന്നത് ഒരു പെട്ടെന്നുള്ളൊരു മാറ്റമല്ല. അതിന് കുറച്ച് സമയമെടുക്കും. ചിലപ്പോൾ നമ്മൾ വീണ് പോകാം,
പക്ഷെ വീടെടുത്ത് നിന്ന് എഴുന്നേറ്റ് കർത്താവിന്റെ കരം പിടിച്ച് നമുക്ക് മുന്നോട്ട് പോകുവാൻ സാധിക്കണം. ഈ നോമ്പുകാലത്തും ആ കരം പിടിച്ച് മുന്നോട്ട് കൊണ്ടുപോയി ഒരു നല്ല സാക്ഷിയായി, ഒരു പുതുജനനത്തിന്റെ ഒരു പുതിയ കൃപ ലഭിച്ചവരായി നമുക്ക് ഓരോരുത്തർക്കും മാറാം എന്ന് ആശംസിച്ചുകൊണ്ടും പ്രാർത്ഥിച്ചു.